1949 ജൂലൈ 1 അന്നായിരുന്നു കൊല്ലം ജില്ല രൂപീകൃതമാകുന്നത്. അതിനു മുമ്പ് ചെന്തമിഴായിരുന്നു ഇവിടുത്തെ ഭാഷ. പിന്നീട് 1956 ശേഷം ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടതോടുകൂടിയാണ് മലയാളമായി ഇത് മാറ്റപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊല്ലത്തെ ജ്ഞാനപീഠ പുരസ്കാരം എത്തിച്ച നമ്മുടെ പ്രശസ്തനായ കവി ONV കുറുപ്പിന്റെ മ്യൂസിയത്തിന് സമീപമാണ്. കരിമണലിന്റെ മണ്ണിലേക്ക് ഇങ്ങനെ ഒരു പുരസ്കാരം എത്തിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് ONV ഈ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് എല്ലാവരോടും പറഞ്ഞത്. അപ്പോൾ ഒരുപാട് സംസ്കാരങ്ങൾ നമ്മുടെ രാജകാലമല്ല, അതിനു മുമ്പും അതിന് ശേഷവും ഒക്കെയുള്ള ചരിത്ര സംഭവങ്ങൾ ഉറങ്ങുന്ന മണ്ണുകൂടിയാണ് കൊല്ലം ജില്ല, ദേശിക നാട്. നമ്മുടെ കവി കുരിപ്പുഴ ശ്രീകുമാർ ഉറപ്പായും നമ്മുടെ ഈ കൊല്ലത്തിന്റെ 75ാം വാർഷികത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഉറപ്പായും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് നമ്മളുമായി പങ്കുവെക്കാനുണ്ട്. ചരിത്രം ഉറങ്ങുന്ന ഒരു പ്രദേശം അല്ല കൊല്ലം. ചരിത്രം ഉണർന്നിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഓരോ അണുവിലും, ഓരോ മനുഷ്യരിലും, ഓരോ സസ്യത്തിലും, ഓരോ വൃക്ഷത്തിലും, ഓരോ മൺതരിയിലും ചരിത്രം ഉണർന്നിരിക്കുന്ന ഒരു പ്രദേശമാണ് കൊല്ലം. കിഴക്കേ അറ്റത്ത് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറേ അറ്റത്ത് അറബിക്കടൽ വരെയുള്ള വിശാലമായ ഒരു സ്ഥലം. കൊല്ലം ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു മലയോര പ്രദേശമായ അച്ചൻകോവിൽ, നിബിഡമായ വനമാണോട്. വന്യമൃഗങ്ങൾ ധാരാളമുള്ള, പുലി സഹിതമുള്ള, പുലിയും കടുവയും ഒക്കെയുള്ള ഒരു വനപ്രദേശമാണ് അച്ചൻകോവിൽ. ഈ അച്ചൻകോവിൽ എന്ന പ്രദേശത്ത് പോകണമെന്നുണ്ടെങ്കിലുള്ള എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലൂടെയാണ്, ചെങ്കോട്ടയിലൂടെയാണ്. പണ്ട് ഈ ചെങ്കോട്ട എന്ന് പറയുന്നത് കുറ്റാലും ജലപാതവും എല്ലാം തന്നെ ഈ കൊല്ലത്തിൻ്റെ തിരുവിതാംകൂറിൻ്റെ ഒരു ഭാഗം ആയിരുന്നു. അതിവിശാലമായൊരു പ്രദേശം, വലിയ സംസ്കാര സമ്പന്നമായ ഒരു ജനത, വലിയ ചരിത്രമുള്ള ഒരു ജനത. ONV എപ്പോഴും പറയാറുണ്ടായിരുന്നൊരു കാര്യം, ഈ വിദേശത്തു നിന്നും വന്ന കച്ചവടക്കാരെയൊക്കെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച കൊല്ലത്തെക്കുറിച്ചാണ്. അതിനുള്ള ഒരുപാട് തെളിവുകൾ നമ്മുടെ ചരിത്രകാരന്മാർ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വലിയ വിപ്ലവബോധവും വലിയ പരിവർത്തന ഇച്ഛയും ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കൊല്ലം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ONVയുടെ വീട്ടുമുറ്റത്താണ്. ONVയുടെ ജന്മഗൃഹമാണ് തൊട്ടടുത്ത് കാണുന്നത്. അദ്ദേഹത്തിന് ലഭിച്ച ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ മാതൃകയാണ് ഇവിടെയുള്ളത്. അദ്ദേഹം ലോക കവിസമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ ലഭിച്ച ഒരു കവിതയുടെ വിത്താണ് അമ്മ എന്ന കവിതയായി മാറിയത്. 9 പേരവർ കൽപ്പണിക്കാർ ഒരമ്മ പെറ്റവരായിരുന്നു എന്ന ഹൃദയദ്രവീകരണ ശക്തിയുള്ള ആ കവിത. ആ കവിതയെ അതുപോലെ തന്നെ മതിലിനോട് ചേർത്ത് വെച്ച് മതിൽ പടുത്തുയർത്തിപ്പെട്ട ഒരമ്മ, ആ അമ്മ സ്വന്തം കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി ഒരു മുല മാത്രം മറക്കരുതെന്ന് പറഞ്ഞ അമ്മയുടെ ആഗ്രഹം അനുസരിച്ച് അങ്ങനെ തന്നെ ചെയ്തു വെച്ച ആ ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ കവിതയിലുണ്ടല്ലോ. ആ ചിത്രം തന്നെയാണ്, ആ വാക്കുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ, വിദേശത്ത് അദ്ദേഹം കണ്ട അതേ ശില്പം തന്നെയാണ് ഇവിടെയും ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അവിടെയുള്ള ഈ എഴുത്തും അങ്ങനെ തന്നെയാണ്, ഈ ആശയം വരുന്ന ഒരു എഴുത്തുമാണ് ഇവിടെയുള്ളത്. അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് ജനിച്ച് വളർന്ന വലിയ സ്വപ്നങ്ങൾ കേരളത്തിൽ വിതച്ച മഹാനായ ONVയുടെ ജന്മഗൃഹമാണിത്. അദ്ദേഹം ഇവിടെ ജനിച്ച് കൊല്ലം നഗരത്തിൽ വളർന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന, ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വലിയ കവിയായി മാറിയത് ഇവിടെ നിന്നാണ്. ONV കവിതകളുടെ പ്രാരംഭഘട്ടം കേരളത്തിൽ വലിയ മാറ്റത്തിൻ്റെ കാറ്റ് വീശിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ഘട്ടമാണ്. കൊല്ലം ജില്ല അതിന് അതിൻ്റേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കവിതയിൽ തിരുനെല്ലൂർ കരുണാകരൻ, ONV കുറുപ്പ്, കുരിപ്പുഴ നടരാജൻ, പുനലൂർ ബാലൻ, പഴവിള രമേശൻ തുടങ്ങിയിട്ടുള്ള കവികൾ. നാടകൃത്ത്, കഥാകൃത്തുക്കളൊക്കെ വേറെയുണ്ട്. പക്ഷേ ഇത് കവിയുടെ ജന്മഗൃഹം എന്നുള്ള നിലയ്ക്ക് ഞാൻ കവികളെ പ്രത്യേകം ഓർമ്മിക്കുന്നു. അവരുടെ മഹത്തായ ഒരു പാരമ്പര്യമാണ് ഇന്നത്തെ ഇവിടുത്തെ പുതിയ കവിതയ്ക്കുള്ളത്. ഇവിടെ ജനിച്ചു വളർന്ന ONV ആദ്യം കാണുന്നത് ഈ കരിമണൽ പ്രദേശത്ത് ഉള്ള മനുഷ്യരെയാണ്, അവരുടെ സങ്കടങ്ങൾ. ഇവിടെയുള്ള കയർ തൊഴിലാളികൾ, ഇവിടെയുള്ള മീൻപിടുത്തക്കാർ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ആകർഷിച്ചതും ഒരുപക്ഷെ വേദനിപ്പിച്ചതും ഈ കരിമണലുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്ന ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള പള്ളിപ്പാടൻ സദാശിവൻ, പള്ളിപ്പാടൻ സദാശിവൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്, ഒരു വലിയ യുക്തിവാദിയായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ
അദ്ദേഹത്തിൻ്റെ മൃതശരീരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി കൊടുക്കുകയായിരുന്നു. പള്ളിപ്പാടം സദാശിവനെക്കുറിച്ച് തന്നെ ONV കവിത എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിഷമങ്ങളിലൊന്നു പോലും ഈ കരിമണലുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ പ്രശ്നങ്ങൾ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൊന്നരിവാൾ അമ്പളിയിൽ കണ്ണെറിയുന്ന അവിടെ തുടങ്ങിയിട്ടുള്ള ഇന്നും വളരെ പ്രസക്തമായിട്ടുള്ള ലളിതമായ അതീവ ലളിതമായ പാട്ടുകളൊക്കെ എഴുതുന്ന സമയത്ത് ONV ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഇവിടെ നിന്നാണ് അദ്ദേഹം കൊല്ലം SN കോളേജിൽ പോയി പഠിച്ചത്. ഇവിടെ അടുത്തുള്ള ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ചെണ്ട കൊട്ടുന്നത് ദളിത് സമൂഹത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. മരം കയറ്റ തൊഴിലാളികളായിട്ടുള്ള ആളുകളാണ് ചെണ്ട കൊട്ടി പഠിക്കുന്നത്. അവരുടെ ഒരു താളം ഈ നാട്ടിൽ നിന്നും ONV കേട്ട് പഠിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: തൊണ്ടട് മടലട് തൊണ്ടട് മടലട് കൊത്തിങ്ങട് കൊയ്യാല അങ്ങട്, തൊണ്ടട് മടലട് തൊണ്ടട് മടലട് കൊത്തിങ്ങട് കൊയ്യാല അങ്ങട്. ഈ താളം അദ്ദേഹത്തിൻ്റെ പല കവിതകളിലും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ താളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം യൂണിവേഴ്സിറ്റി യൂണിയൻ നടത്തിയ പല ക്യാമ്പുകളിലും വളരെ വിശദമായി സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ദേവരാജൻ മാഷാണ് ഈ പൊന്നരിവാൾ അമ്പിളിയിൽ എന്നുള്ള കവിതയ്ക്ക് പാട്ടിന് ഈണം കൊടുക്കുന്നത്. അതാദ്യമായിട്ട് പാടിയത് ഇതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ നവോത്ഥാന പരിശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ കവികളിൽ ഒരാളായ പെരുമ്പുഴ ഗോപാലകൃഷ്ണനാണ്. പെരുമ്പുഴ ഗോപാലകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ ഭാര്യ CK ലില്ലിയും ഒക്കെ കൊല്ലത്തെ പഠിച്ചിരുന്ന സമയത്താണ് ഈ പാട്ട് ഉണ്ടാകുന്നത്. ദേവരാജൻ മാഷിൻ്റെ ഈണത്തിൽ ഈ പാട്ട് ഉണ്ടാകുന്നത്. KPSCയിലെ ആദ്യത്തെ പാട്ടുകളൊക്കെ എഴുതുന്ന സമയത്ത് അദ്ദേഹം ഈ വീട്ടിലിരുന്നാണ് എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്ത് ഉറങ്ങിയത്. ONVയുടെ അമ്മ ബഹുമാന്യായ അമ്മയെ ഞാൻ വന്ന് കണ്ടിട്ടുണ്ട്. അമ്മ മരിക്കുന്ന സമയത്തും ഞാൻ വന്നിരുന്നു. അദ്ദേഹത്തെ ഈ മുറിയിൽ വെച്ച് തന്നെ ഞാൻ അമ്മയുടെ നല്ല ദിവസം തന്നെ കണ്ടതും ഓർമ്മിക്കുകയാണ്. എപ്പോഴും ചവറയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് 1000 ആവായിരുന്നു. അദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന CN ശ്രീകണ്ഠൻ നായരും പുളിമാന പരമേശ്വരൻ പിള്ളയും അടക്കമുള്ള ആളുകൾ, ചവറ KS പിള്ള അടക്കമുള്ള ആളുകളെ എപ്പോഴും അദ്ദേഹം സ്മരിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ രാമായണം പഠിപ്പിച്ചത് ഇതുപോലെ തന്നെ ഇവിടെ നിന്നും വളർന്നു വന്ന വേറൊരു കവിയാണ് വിശ്വനാഥൻ എന്ന പേരുള്ള ഒരു അധ്യാപകൻ. അദ്ദേഹത്തിൻ്റെ ചരിത്രം വേറൊന്നാണ്. പോരാളിയായിട്ടുള്ള അദ്ദേഹം കുലത്തൊഴിൽ ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ട്, ജാതീയമായി ആക്ഷേപിക്കപ്പെട്ടപ്പോൾ കുലത്തൊഴിൽ ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ട് ഇവിടെ നിന്നും നടന്ന് ആലുവ വരെ പോയി നാരായണ ഗുരുവിനെ കാണുകയും പഠിക്കണമെന്ന് അദ്ദേഹം പറയുകയും നാരായണ ഗുരുവിൻ്റെ അദ്വൈതാശ്രമത്തിൽ അദ്ദേഹം പഠിക്കുകയും അതിനുശേഷം നാരായണ ഗുരുവിൻ്റെ ശുപാർശ പ്രകാരം പട്ടാമ്പിയിലെ നീലകണ്ഠ ശർമ്മയെ പോയി കാണുകയും എല്ലാം ചെയ്തു. അവിടെ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടിയ വിശ്വനാഥൻ ഈ ചവറ ശങ്കരമംഗലം സ്കൂളിൽ മലയാളം അധ്യാപകനായിട്ട് വരികയും ഭഗവത്ഗീതയും മാണ്ഡൂക്യോപനിഷത്തും ഒക്കെ വിവർത്തനം ചെയ്യുകയും മുകുന്ദവല്ലിയും ആട്ടക്കഥ എഴുതുകയും ചെയ്ത ആ വലിയ മനുഷ്യനാണ് ONV കുഞ്ഞായിരുന്ന സമയത്ത് രാമായണം ONVയെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം എന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ONVയുടെ ഇതിൽ തന്നെ അദ്ദേഹം ഒപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഇതിൻ്റെ ഈ പാവപ്പെട്ടവരുടെ ഇതിൻ്റെ ഒരു ഉന്നമനത്തിനും അതുപോലെ തന്നെ മോചനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൻ്റെ കഥ കൂടിയുണ്ടല്ലോ ഇപ്പോൾ കൊല്ലം ജില്ലയ്ക്ക് പറയുവാൻ. ഇപ്പോൾ ONVയെ നമ്മൾ അത് പറഞ്ഞാലും തീരില്ല. പക്ഷെ അതേസമയം തന്നെ നമ്മൾ കൊല്ലം ജില്ലയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള നമ്മളത് പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ ഒരുപാട് വിപ്ലവ സമരങ്ങൾ, കലാപങ്ങൾ, ഒരു മോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ കൂടി ഒരു ഓർമ്മ കൂടി ഉണ്ടാകുന്നില്ലേ? കൊല്ലം ജില്ല തീർച്ചയായിട്ടും പോരാട്ടങ്ങളുടെ ഒരു സമരമാണ്. കടയ്ക്കൽ വിപ്ലവം എന്നാണ് പറയുന്നത്, കടയ്ക്കൽ സമരം എന്നല്ല പറയുന്നത്. കടയ്ക്കൽ വിപ്ലവത്തിൻ്റെ ധീരനായ നേതാവ് ഫ്രാങ്കോ രാഘവൻപിള്ള. അതുപോലെ ഫ്രാങ്കോ എന്ന പേര് പേര് തന്നെ ബ്രിട്ടീഷുകാരിട്ട പേരാണ്. സ്പെയിനിലെ ഏകാധിപതിയായ ഫ്രാങ്കോയെ പോലെ എന്നുള്ള അർത്ഥത്തിൽ അവരിട്ട പേരാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു സ്വതന്ത്ര രാജ്യം തന്നെ പ്രഖ്യാപിക്കുകയും ഒരു മന്ത്രിസഭ തന്നെ ഉണ്ടാക്കുകയും എല്ലാം ചെയ്തിരുന്ന ഒരു വലിയ മനുഷ്യനാണ്. അതുപോലെ തന്നെ ശൂരനാട് വിപ്ലവം, ആ ശൂരനാട് സമരത്തിൽ നിന്നാണ് തോപ്പിൽ വാസിയെ പോലുള്ള വലിയൊരു നാടകൃത്ത് ഉണ്ടായി വരുന്നത്. ആ ശൂരനാട് സമരകാലത്ത് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നത് പിന്നീട് പ്രഖ്യാതന ഒരു കവിയാണ് ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ. കവികളുടെ എല്ലാ സാന്നിധ്യവും ഇക്കാര്യത്തിലുണ്ടായിരുന്നു. പുതുപ്പള്ളി രാഘവൻ, കാമ്പിശ്ശേരി കരുണാകരൻ, ഇവരെല്ലാവരും തന്നെ ഈ ശൂരനാട് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വന്ന പത്രാധിപന്മാരായിട്ടും അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തും സിനിമ, നാടക, അഭിനയ രംഗത്തും ഒക്കെ. ഞങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഇവിടെ അടുത്തുള്ള ഒരു തിയേറ്ററിലാണ്, ഓലമേഞ്ഞ KC തിയേറ്ററിലാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. DM പൊറ്റക്കാട് എന്ന അന്നത്തെ പ്രസിദ്ധനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ കൊല്ലത്ത് നടന്ന വേറൊരു വലിയ പ്രക്ഷോഭം
സാക്ഷാൽ അയ്യങ്കാളിയുടെ സാന്നിധ്യത്തിൽ പരിഹരിക്കപ്പെട്ട ഒരു പ്രക്ഷോഭമാണ് മാറുമറയ്ക്കാൻ വേണ്ടി സ്ത്രീകൾ നടത്തിയ സമരം പെരുന്നാട് കലാപം എന്നാണ് അതിന് പറയുന്നത്. അതുപോലെ തന്നെ കശുവണ്ടി തൊഴിലാളി മേഖലയിലും മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യത്തൊഴിലാളികൾ സംഘടിതരല്ലായിരുന്നു. പിന്നീട് സംഘടിക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, അവരുടെ പ്രശ്നങ്ങൾ, കരിമണൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ, അവരുടെ പ്രശ്നങ്ങൾ, കയർ തൊഴിലാളികൾ. കയറാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നം. കയർ വഴിയാണ് വാസ്തവത്തിൽ ഈ കരിമണൽ വിദേശത്തെത്തുന്നതും ഇതിലിങ്ങനെ ധാതുക്കളുണ്ടെന്ന് വിദേശികൾ മനസ്സിലാക്കുന്നതും അവരിവിടെ എത്തി ഈ കരിമണൽ തിരിച്ച് കരിമണെന്നും മോണോസൈറ്റ് ഇൽമിനേറ്റൊക്കെ വേർതിരിച്ചെടുക്കാൻ ശ്രമിക്കുകയെല്ലാം ചെയ്യുന്നത്. ഈ സംഭവങ്ങൾ ഒക്കെ തന്നെ ഈ നടന്നിട്ടുള്ള ഈ സമരങ്ങളിലെല്ലാം തന്നെ ഒരു ഊർജ പ്രവാഹമായിട്ട് വൈൻവിയുടെ വരികളും തീർച്ചയായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഈ പുതിയ തലമുറ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ എവിടെയാ വാഗ്ദത്ത ഭൂമി എന്നുള്ള സങ്കടം നിറഞ്ഞ വർത്തമാനത്തെ ഏറ്റെടുത്തുകൊണ്ട് പുതിയ തലമുറ കൂടുതൽ റവല്യൂഷണറി ആയിട്ട് എഴുതുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിലതൊരു കൊല്ലം ജില്ലയുടെ നമ്മൾ ആദ്യകാലത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ കിഴക്ക് ചെങ്കോട്ട, വടക്കെന്ന് പറയുന്നത് അരൂരായിരുന്നു. അത്രയും വലിയ നീണ്ട ഒരു മേഖലയായിരുന്നു ഈ കൊല്ലം എന്ന് പറയുന്നത്. പിന്നീടാണ് ചുരുങ്ങി ഇപ്പോൾ പത്തനംതിട്ട പോയി, ഏറ്റവും അവസാനം ചെങ്കോട്ട ആദ്യം പോയി, പിന്നീട് പത്തനംതിട്ട പോയി, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നെത്തി നിൽക്കുകയാണ്. പക്ഷെ അപ്പോഴും കൊല്ലവർഷം എന്നൊക്കെ പറയുന്ന അതിൽ നിന്ന് പോലും അത് ഉത്ഭവിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് അത്രയേറെ 75ാം വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ അതുകൂടി സ്മരിക്കപ്പെടുന്നത്. ആലപ്പുഴ ജില്ല ഇല്ലായിരുന്നു. ഈ പുന്നപ്ര വയലാർ സമരം നടക്കുന്ന സമയത്ത് ആലപ്പുഴ ജില്ലയില്ല. ആലപ്പുഴ ജില്ലയിലല്ല പുന്നപ്ര വയലാർ സമരം നടന്ന വാസ്തവത്തിൽ കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ഇപ്പോഴും കൊല്ലം ജില്ലയിൽപ്പെട്ട ഒരാൾ, രക്തസാക്ഷിയായിട്ടുള്ള ഒരാളാണ് ഈ ആലപ്പുഴയിൽ ഈ ട്രാൻസ്പോർട്ടർ ജോലി ചെയ്തിരുന്ന സമയത്ത് ഈ പുന്നപ്ര വയലാർ സമരത്തിൽ പല സംഭവങ്ങളും നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹം പിന്നെ രക്തസാക്ഷിയായി. കോട്ടാത്തല സുരേന്ദ്രൻ എന്നാണ് ആ മഹാനായ രക്തസാക്ഷിയുടെ പേര്. അങ്ങനെയുള്ള പോരാട്ടങ്ങൾ ഒരു വശത്ത്. അതേസമയം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, നാരായണ ഗുരു നേരിട്ട് ഇവിടെ വരികയും എസ് എൻ കോളേജ് സ്ഥാപിക്കുന്നതിനും മുൻകൈയെടുക്കുകയും അതുപോലെ തന്നെ കൊല്ലത്ത് തന്നെ പല സ്ഥലങ്ങളിലും നാരായണ ഗുരു എത്തുകയും അവിടെയൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും ഇവിടെ ഇരുന്ന് അദ്ദേഹം നടത്തുന്ന ചില പരാമർശങ്ങൾ പോലും ഇപ്പോൾ ചവറ തെക്കുംഭാഗമാണല്ലോ അത്. വി സാംബശിവനെ പോലെയുള്ള വലിയ ഒരു കഥാപ്രസംഗ പ്രതിഭയെ സൃഷ്ടിച്ച നാടാണ്. വി സാംബശിവൻ്റെ വീട്ടിന് തൊട്ടടുത്ത് ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് നാരായണ ഗുരു ഇരുന്ന് വിശ്രമിക്കുകയാണ്. ക്ഷേത്രത്തിൽ ഭയങ്കര ചെണ്ടമേളം നടക്കുന്നു. ചെണ്ടമേളം കഴിഞ്ഞതിന് ശേഷം ഒരാൾ വന്നിട്ട് നാരായണ ഗുരുവിനോട് ചോദിച്ചു, സ്വാമി ഈ ചെണ്ടമേളം എങ്ങനെയുണ്ടായിരുന്നു? അദ്ദേഹം പറഞ്ഞു, ചെണ്ടമേളം നന്നായി, നിർത്തിയപ്പോൾ അതിലും നന്നായി എന്ന് പറഞ്ഞു. ഇത് പിന്നീട് പലപ്പോഴും പല ആളുകളും ഉദ്ധരിച്ച ഒരു തമാശയാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഫലിതങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണല്ലോ. അതെ, രാഷ്ട്രീയ രംഗത്താണെങ്കിൽ ഒരുപാട് ബാരിസ്റ്റർ എ കെ പിള്ള ഇപ്പോഴുള്ള ആദ്യകാല രാഷ്ട്രീയ പ്രവർത്തകർ, കുമ്പളത്ത് ശങ്കപിള്ള ഇപ്പോഴുള്ള ആൾക്കാർ, ഡോക്ടർ ഹെൻറി ആഷിനെ പോലെ പോർച്ചുഗീസ് സ്ഥാനപതിയായിരുന്ന ഹെൻറി ആഷിനെ പോലെ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന ആളെപ്പോലെയുള്ള വലിയ നേതാക്കന്മാർ, ആർ എസ് ഉണ്ണിയെപ്പോലെ ഒന്നും സമ്പാദിക്കാതെ മരിച്ചുപോയ ആർ എസ് ഉണ്ണിയെപ്പോലെ വലിയ നേതാക്കന്മാർ, ടി കെ ദിവാറിനെ പോലെയുള്ള ആൾക്കാർ, ബേബി ജോണിനെ പോലെയുള്ള ആൾക്കാർ, അമ്പലപ്പുഴക്കാരനാണ്, പഴയ കൊല്ലത്തുകാരനാണ്, അമ്പലപ്പുഴയും കൊല്ലത്തിലായിരുന്നു. അമ്പലപ്പുഴയിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടെയുള്ള തൊഴിലാളി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എൻ ശ്രീകണ്ഠൻ നായർ. അങ്ങനെയുള്ള ഒരുപാട് വലിയൊരു നിര തന്നെയുണ്ട്. അധ്യാപകരെ സംഘടിപ്പിച്ച റഷീദ് കണിച്ചേരി, ജോസഫ് മാഷ്, ഇസഡോർ മാഷ്, അങ്ങനെയുള്ള അധ്യാപകരുടെ മേഖലയായിരുന്നു. വിദ്യാർത്ഥി മേഖലയിൽ നിന്ന് ഉയർന്നു വന്നുള്ള ചിറ്റയം ഗോപകുമാർ, എം എ ബേബി, മേഴ്സിക്കുട്ടിയമ്മ, അങ്ങനെയുള്ള പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരെ ഇവിടെ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പി കെ ഗുരുദാസൻ്റെയും അതുപോലെ തന്നെ എൻ ശ്രീധരൻ, NS, അത് അവരുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് മാതൃകാപരമായിട്ടുള്ള ജീവിതമായിരുന്നു. ഇതെല്ലാം നമ്മൾ ഈ 75ാം വർഷത്തിൽ ഓർക്കാവുന്ന കാര്യങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.